പ്രിയപ്പെട്ടവർക്ക് പര്യാപ്തത നൽകുന്നത് നിങ്ങളുടെ ശക്തിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന അവരെ വിശ്രമിക്കുന്നതോ സുരക്ഷിതമോ സന്തോഷത്തോടെയോ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അറിയാതെ സുഖം തോന്നാൻ ഒരാളെ ആശ്രയിച്ച് നിങ്ങളുടെ വികാരം അനാരോഗ്യകരമാകും. ഓരോരുത്തർക്കും പഠിക്കാനും വളരാനും അവരുടേതായ ഇടം ആവശ്യമാണ്. അത് ചെയ്യാനുള്ള ഇടവും നിങ്ങൾ നൽകണം. എല്ലാം അവർ എവിടെയായിരിക്കണം. എന്നിട്ടും നിങ്ങളുടെ മാന്ത്രിക സ്പർശം ആവശ്യമുള്ള അവ അപൂർണമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങൾ ഇളക്കിവിടുന്നത് ശല്യമാണ്. ഈ പരിതസ്ഥിതിയിൽ പക്വതയോടെ വളരാൻ ആർക്കും ബുദ്ധിമുട്ടാണ്. എന്ത് വ്യക്തിഗത വികസനം സ്വയം വിന്യസിക്കണമെന്ന് നിങ്ങൾ ഉൾക്കാഴ്ചയോടെ വിവേചിച്ചറിയണം. എന്നിട്ട് ഈ ഉദാഹരണത്തിലൂടെ നയിക്കുക. തിരഞ്ഞെടുക്കുന്നതും നിങ്ങളുടെ വായിൽ ഒന്നും രുചികരമല്ല. വ്യത്യസ്തമായ ഒരു വീക്ഷണം ലഭിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ നൽകണം. ഒരു പഴയ പാറ്റേണിൽ ഒതുങ്ങുന്നത് സ്വയം മെച്ചപ്പെടുത്തലിന് നല്ലതല്ല. അതിനാൽ നിങ്ങളുടെ വിധിയെ വിട്ട് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക. കുറഞ്ഞ ഭാരം കൊണ്ട് സ്വയം പ്രതിഫലം നൽകുന്നതിന് ശരിയായ ബാലൻസ് കണ്ടെത്തുക. നെഗറ്റീവ് വൈബ് ഉള്ളതുപോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യാത്ത ചില പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. കൂടാതെ നിങ്ങൾ അർഹിക്കുന്ന ദയ നൽകുന്നതിന് ഉത്കണ്ഠ, തിടുക്കം, ഭയം തുടങ്ങിയ നിങ്ങളുടെ അസുഖകരമായ വികാരം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ആശയലോകം സന്തോഷിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിലനിർത്തുക എന്നത് പ്രിയപ്പെട്ടവരുടെ പോരാട്ടമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെയെന്ന് എളുപ്പമാക്കുക. നിങ്ങൾ കൈകാര്യം ചെയ്യാത്ത ഒരു ഇരുണ്ട വശം നിങ്ങളിലുണ്ട്. അതിന്റെ അലകളുടെ പ്രഭാവം മനസ്സിലാക്കാൻ നിങ്ങൾ ഉപരിതലത്തിന് താഴെ നോക്കണം. ഒരു കൈപേറിയ സംഭവം പുറത്തുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് അവഗണിക്കരുത്. കാരണം നിങ്ങൾ പെരുമാറുന്ന രീതി നിങ്ങളുടെ ഉണങ്ങാത്ത മുറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കഷ്ടപ്പാട് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറാൻ കഴിയും. ഒരു സാഹചര്യം നിങ്ങൾക്ക് സംവേദനക്ഷമമാകുമ്പോൾ നിങ്ങളുടെ ആന്തരിക പ്രശ്നം അംഗീകരിക്കുന്നതിന് ആഴത്തിൽ പോകുന്നതിനുപകരം നിങ്ങൾ നിമിഷം മരവിപ്പിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്ന ആഖ്യാനം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത ചിലത്, അല്ലെങ്കിൽ വളരെയധികം, ഉണ്ട്. ചില ബന്ധങ്ങൾക്ക് ആരാണ് ശരിയോ തെറ്റോ എന്നതിന് ഊന്നൽ നൽകുന്നത് സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ കടമബോധമാണ്. ഈ അവസ്ഥയിലുള്ള സ്നേഹം ബന്ധത്തിൽ ഇരുട്ട് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ മനോഭാവം ഈ വ്യക്തിയെ എങ്ങനെ വേദനിപ്പിക്കുന്നുവെന്ന് കാണുക. പോസിറ്റിവിറ്റി വളരുന്നതിന് വ്യക്തിപരമായ സ്ഥലത്ത് ബഹുമാനം ആവശ്യമാണ്.